Hello guys, welcome back to my YouTube channel. I'm Neetu and I'm living in Japan. അപ്പോൾ ഇന്ന് ഒരു റാൻഡം സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ പള്ളിയിൽ പോയി. ഇവിടെ നമ്മൾ ബസ്സിലാണ് പോവാറ്. ഇന്ന് ഇവിടെ അഗ്രികൾച്ചറൽ ഫെസ്റ്റ് ആയതുകൊണ്ട് ബസ് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ യൊണാഗോ ചുറ്റും നമുക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പ് യൊണാഗോ പബ്ലിക് ലൈബ്രറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി എന്ന് നിങ്ങൾ കാണിച്ചു തരാം. യൊണാഗോ ഒരു ചെറിയ സിറ്റി ആയതുകൊണ്ടും ഫെസ്റ്റിവൽസിലെ പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂട്ടാനും വേണ്ടിയാട്ടോ അവര് ബസ്സൊക്കെ ഇങ്ങനെ ഫ്രീ ആക്കുന്നത്. ബാക്കി ജപ്പാനിലൊന്നും ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സാധാരണയെക്കാളും കൂടുതൽ ജാപ്പനീസുകാരും ഉണ്ട് ബസ്സിൽ. എൻ്റെ ഒപ്പം ഇന്നുള്ളത് കുറച്ച് പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർ ജസ്റ്റ് ടു വീക്സ് ആയിട്ടില്ല, 1 വീക്കായിട്ട് നമ്മുടെ യൊണാഗോയിലേക്ക് ഞങ്ങളുടെ ഓഫീസിൽ വർക്കിന് വേണ്ടി വന്നതാ. അപ്പോൾ പേര് പറഞ്ഞു? അന്ന, പാർവതി, അപ്പോൾ ഇനി മുതൽ വ്ളോഗിൽ ഇവരെയും കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പബ്ലിക് ലൈബ്രറി പോവാം. ഇവരിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഫസ്റ്റ് ടൈം പബ്ലിക് ലൈബ്രറി എക്സ്പീരിയൻസ്. ഇതാണ് ഇവിടുത്തെ യൊണാഗോ പബ്ലിക് ലൈബ്രറി. ഈ യൊണാഗോ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാട്ടോ. പിന്നെ എല്ലാം ജാപ്പനീസിലാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. പിന്നെ അത്യാവശ്യം നല്ല വലിയ ലൈബ്രറി ആണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും താഴെയൊന്നുമല്ല, നേരെ മുകളിലോട്ടാണ് പോകാറ്. ബിക്കോസ് അവിടെയാണ് കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ റൂംസൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും വന്ന് പഠിക്കണ സ്ഥലമാണ്. കമ്പ്യൂട്ടേഴ്സും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്വയറ്റ് പ്ലേസ് വേണമെങ്കിൽ ഇവിടെ ബെസ്റ്റാണ് വന്നിരുന്ന് പഠിക്കാനൊക്കെ. ഈ 2 ഷെൽഫ് മാത്രമാണ് ഇത്രയും വലിയ ലൈബ്രറിയിൽ ഇംഗ്ലീഷ് ബുക്സ് ഉള്ളത്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. പക്ഷെ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ചെറിയ കുട്ടികളാണ് ലൈബ്രറിയിൽ വരുന്നത്. നമ്മൾ വരുമ്പോൾ മിക്കതും ജാപ്പനീസ് പഠിക്കാനുള്ള ബുക്കാട്ടോ എടുക്കാറ്. സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് വായിക്കണ പോലെ തന്നെയാണ് ജാപ്പനീസ് വായിക്കാമെങ്കിലും ചില ബുക്സിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് നമ്മൾ ഈ അറബിയൊക്കെ വായിക്കണ പോലെ, എനിക്ക് വായിച്ച് പരിചയമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയും നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഞാൻ ജസ്റ്റ് താഴോട്ട് വന്നേക്കാണ്. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ ബുക്സൊക്കെ ഇരിക്കണ കാണാം. പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിന് സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരിതേ ആ നേരത്തെ നമ്മൾ കണ്ട മുകളിലെ സെക്ഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഒരു ക്യൂട്ട് പിള്ളേർക്ക് എന്താ പറയുക, കുറച്ച് കളിച്ചൊക്കെ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഹോളിഡേ ആയതുകൊണ്ട് കൂടുതലും പാരൻസ് സ്ക്രീൻ ടൈമൊക്കെ ഒഴിവാക്കാൻ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരും. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് പ്രാക്ടീസ്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ലൈബ്രറി കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പേപ്പറൊക്കെ എഴുതിയേക്കണേ. അപ്പോൾ നമുക്ക് ലൈബ്രറി ബുക്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ പേപ്പറിൽ എഴുതിയിട്ട് റിസപ്ഷനിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ലൈബ്രറി ബുക്സ് എടുക്കാം. അതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ്. അത് പബ്ലിക് ലൈബ്രറി ആയതുകൊണ്ട് തന്നെയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് ഇവിടെ ഇല്ലാത്ത ബുക്സ്, പക്ഷെ നമുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുള്ള ബുക്സ് ഉണ്ടെങ്കിൽ അത് എഴുതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ പാർവതി മാലിസ് എന്ന് പറഞ്ഞ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ലൈബ്രറി കാർഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഓഥറിൻ്റെ ബുക്കാണ്. ജാപ്പനീസിലാണ് പാർവതി പേര് എഴുതുന്നത്. നമുക്ക് കുറേ ബുക്സ്, നമുക്ക് ഇവിടുന്ന് ഒരു ലിമിറ്റിൽ 10 ബുക്സാണ് നമുക്ക് ലിമിറ്റ് ഉള്ളത്. അപ്പം അത് എടുത്തിടാൻ വേണ്ടി 10 ബുക്സ് കൈ പിടിച്ച് കൊണ്ടുപോകാൻ പാടുള്ളവർക്ക് ഇതിനകത്ത് എടുത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണിത്. കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ് കാണിച്ചു കൊടുത്തേ. 10 ബുക്സാണ് ലിമിറ്റ് ഉള്ളതെങ്കിലും ഇപ്പോൾ എത്ര ബുക്സ് എടുക്കുന്നുണ്ട്? ഇപ്പോൾ ഉള്ളു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മെഷീനിൽ നിന്നാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കാർഡ് ആ സ്ലോട്ടിൽ ഇടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും എത്ര ബുക്സ് ആണെന്ന്. എന്നിട്ട് നമ്മൾ ആ ബുക്സ് ആ ഒരു വൈറ്റ് ബോക്സിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്കാനായി നമുക്ക് അപ്പം തന്നെ റെസീറ്റും വരും. ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. ആരുടെയും സഹായമൊന്നും വേണ്ട. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ബുക്സ് എടുത്ത് കൊണ്ടുപോകാം. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി കം സിറ്റി ഹാൾ ഏരിയ. അപ്പോൾ ഇവിടെ ഭയങ്കര ഈസ്തറ്റിക്കാണ് കാണാൻ. എല്ലാവരും ഇങ്ങനെ പാർക്കിലൊക്കെ വന്ന് ഇരുന്ന് ബുക്ക് വായിച്ച് അങ്ങനത്തെ ഒരു സ്ഥലം. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ബസ്സില്ലാണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറില്ല. ഇന്നിപ്പോൾ ബസ്സൊക്കെ ഫ്രീ ആയതുകൊണ്ട് എന്തായാലും വരാമെന്ന് വിചാരിച്ചു. യൊണാഗോ സിറ്റി ഹാൾ. അപ്പോൾ യൊണാഗോയിലെ മേയറൊക്കെ ഈ സിറ്റി ഹാളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് റെസിഡൻസി കാർഡൊക്കെ എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് വരിക. പിന്നെ എപ്പോഴും എന്തെങ്കിലും സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സിറ്റി ഹാളിലേക്കാണ് വരിക. ഈ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലിലെ സ്റ്റോളുകളാണ് നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക്. കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ബസ് ഫ്രീ ആയതുകൊണ്ടാണോ എല്ലാവരും വന്നേക്കണേ? നമ്മുടെ പോലെ അല്ല. മേ ബി ഫുഡ് ഫ്രീ അല്ല ഗൈസ്.
ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചക്കറി നമ്മൾ കഴിക്കണതിന്റെ അളവ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗർ അതിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇതിന്റെ ബാക്കിലുള്ള സയൻസ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഇവരുടെ 3 പേരുടെയും ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അന്നയുടെ പച്ചക്കറിയുടെ അളവ് നമുക്കിപ്പോ മനസ്സിലാവും. അന്നയ്ക്ക് എത്രയാ? 230. എന്തായാലും 260. വെരി ബാഡ്. നെക്സ്റ്റ് പാർവതിയാണ്. പാർവതി കൂടുതലും വെജിറ്റബിൾസ് ആണ് കഴിക്കാറുള്ളൂ. എന്താണ് എക്സ്പെക്ടേഷൻ? 300+. 320 കിട്ടിയോ? A, B, C, D, E, this, bad. ബാഡ്, വെരി ബാഡ് അല്ല, ബാഡ് ആണ്. സ്കോറൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ എത്രയാ? 320, 230, എന്നെ ഞാൻ പറയല്ല, ഞാൻ ഇന്നലെ എടുത്തതാണ്. എന്റെ വളരെ മോശമാണ് ഗൈസ്, ഞാൻ പറയില്ല. ഹോളിന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു റിവർ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെയും വന്നിരുന്ന് ഇങ്ങനെ ഫുൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ കാഴ്ച ഇവിടെ ഇങ്ങനെ, ഇത് സ്വാനല്ലേ? എന്താ ഇതിനെ സ്വാൻ തന്നെ? സ്വാൻ ഇസ് ടേക്കിംഗ് എ സ്വിം. അവരുടെ തലയൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മെക്ഡിയിലാണ്. അവിടെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്പൈസി ബർഗറാണ്. അത് 200 ബർഗറാണ്. അപ്പോൾ നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ട് 200 2 ബർഗർ കഴിക്കാം. അപ്പോൾ നമുക്ക് 400 നല്ല വയറ് നിറയുള്ള ഇത്. 7-Eleven നമുക്ക് ഇങ്ങനെ സ്മൂത്തീൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബെറീസ് ആൻഡ് യോഗേർട്ട് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് എടുക്കുന്നത്. പക്ഷേ നമ്മളിത് കൗണ്ടറിൽ കൊണ്ടുപോയി ബില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ നിന്ന് നമുക്കിത് സ്മൂത്തി ആയി കിട്ടും. ആദ്യം പുഷ് ബട്ടൺ ടു സ്റ്റാർട്ട്. പുഷ് ബട്ടൺ എവിടെയാ? ഓക്കെ. ആ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.